അങ്ങനെ ട്രംപ് അവസാനം ഇന്ന് വരെ അമേരിക്കൻ എക്സ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് മാറുകയാണ് ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ എന്തായാലും അമേരിക്കൻ ഇലക്ഷനെക്കുറിച്ചും അമേരിക്കയുടെ ഇലക്ഷൻ്റെ രീതികളെക്കുറിച്ചും അവിടുത്തെ പാർട്ടികളെക്കുറിച്ചും അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും യൂട്യൂബിൽ പല ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനല്ല ഇവിടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് ആധികാരികമായിട്ട് വിജയം നേടിയതിൽ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അത് ഒരു കാര്യം ഒരു സൈഡിലിരുന്നാലും, കാരണം ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ ആ ഒരു മാറ്റം, ഡെമോക്രാറ്റുകളെ US നിന്ന് മാറ്റിയിട്ട് ഒരു 5 വർഷത്തേക്കെങ്കിലും ട്രംപ് വന്നു കഴിഞ്ഞാൽ, റിപ്പബ്ലിക്കൻ പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, നമുക്ക് വലിയ സഹായവും സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കാനുള്ള സാഹചര്യം US ഉണ്ടായി വരും എന്നുള്ളതാണ് നമുക്ക് ഏക ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് കരുതപ്പെടുന്നതാണ് കുടിയേറ്റ നിയമങ്ങൾക്കെതിരെയുള്ള നടപടി. കുടിയേറ്റ നിയമം 0 ടോളറൻസ് എന്നാണ് പുള്ളി കുടിയേറ്റത്തിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിന് കഴിഞ്ഞ തവണ തന്നെ പൊസിഷനിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എടുത്ത നടപടിയും അതിനെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കത്തിൻ്റെ പേരിലാണ് മെക്സിക്കോയുടെ ബോർഡർ മുഴുവനായിട്ടും മതിൽ പണിയുക എന്നുള്ളതിൻ്റെ ഒരു രീതി ഉണ്ടായതും. അത് പുള്ളിയെ കൊണ്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അതിനു മുമ്പ് തന്നെ പൊസിഷനിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും അയാളുടെ നയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ ട്രംപ് കുടിയേറ്റത്തിനെതിരെ ഇങ്ങനെ നിലനിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു US ഒറിജിനുള്ള ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ട്രംപിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ജർമ്മനി, അവരുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ജർമ്മനി, സ്കോട്ട്ലാൻഡ് അവിടെയൊക്കെ ചേർന്ന ആൾക്കാരായിട്ടാണ് അറിയപ്പെടുന്നത്. ട്രംപ് ഏറ്റവും വലിയ ബിസിനസ്മാനാണ്, US തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 24 വയസ്സിൽ നമ്മളുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സ്വത്ത് വിവരം എന്തായിരിക്കും? പക്ഷേ 24 വയസ്സിൽ ട്രംപ് ഏതാണ്ട് 14,000 അപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉടമയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അയാൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ആൾ ഭയങ്കര നോട്ടി ആയിരുന്നു എന്നാണ്. ഇവരുടെ ഈ ട്രംപിൻ്റെ ഈ ഒരു നോട്ടി സ്വഭാവം കൊണ്ട് അവരുടെ പാരൻസ് മിലിറ്ററി സ്കൂളിലാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ മിലിറ്ററി സ്കൂളിൽ നല്ല ഡിസിപ്ലിനൊക്കെ ഉണ്ടായിരുന്നപ്പോഴും പുള്ളിയുടെ ആ ഒരു ഈ വികൃതി കൂടെയുള്ള സ്റ്റുഡൻസിനെയും കൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് പുള്ളി അവിടെ ഡോമിനേറ്റ് ചെയ്തിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആൾ ശരിക്കും പറഞ്ഞാൽ രസികനാണ്. അതിനുശേഷം വളരെ ചെറുപ്പകാലത്ത് തന്നെ പുള്ളി ബിസിനസ്സിൽ താല്പര്യം കാണിക്കുകയും ബിസിനസ് മേഖലയിലേക്ക് ഇടപെടുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലീഡിംഗ് ആയിട്ടുള്ള ബിസിനസ് എൻ്റർപ്രണേഴ്സിൽ ഒരാളാണ് USA സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് വളരെ US ആൾക്കാർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ ട്രംപ് എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി നെയിമാണ്. ഇവർ ഒറിജിനായിട്ട് ട്രംപ് ഫാമിലി നെയിം ഉള്ള ആൾക്കാരല്ല. ഇവർക്ക് ഇടപെട്ട കാലത്ത് കിട്ടിയ ഒരു പേരാണ് ഈ ട്രംപ് എന്നുള്ളത്. ഫോർഫാദറിൻ്റെ പേരിലുള്ള ട്രംപ് എന്നുള്ളതാണ് ഇവർ ചേർത്ത് വെച്ചിരിക്കുന്നത് ട്രംപായിട്ട്. പിന്നെ ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആള് ജെർമോഫോബിക് ആയിരുന്നാണ് അറിയാൻ പറ്റുന്നത്. ജെർമോഫോബിക് എന്ന് പറഞ്ഞാൽ പലർക്കും ഈ ഷേക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ വളരെ മടിയുള്ള കൂട്ടത്തിലായിരുന്നു ട്രംപ്. ജെർമോഫോബിക് എന്ന് പറയുന്നത് അതായത് ഈ മൈക്രോബിയലിനോടുള്ള ഒരു അലർജി. നിങ്ങൾ എത്ര പേര് 24 നോർത്ത് ഖാദം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഫഹദ് ഫാസിലിന് ആ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഒരു അതേപോലെയൊക്കെ തന്നെ ആ ഒരു രീതിയിലുള്ള സ്വഭാവത്തിന് ഉടമയായിരുന്നു ട്രംപ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു രീതിയിൽ ഇത്രമാത്രം ഷേക്ക് ഹാൻഡ് കൊടുത്തുള്ള ഒരു മാറ്റത്തിലേക്ക് വിധേയമായി ഇങ്ങനെ ഒരു പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ എത്ര പേർക്കറിയാം ട്രംപ് മദ്യപിക്കാറില്ല. ട്രംപ് നോൺ ആൽക്കഹോളിക് ആണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. പിന്നെ ചെറിയ പ്രായം തൊട്ടേ അല്ലെങ്കിൽ പുള്ളി മിലിറ്ററി സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ചെറിയ തോതിലുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നോൺ ആൽക്കഹോളിക് മീൻസ് അങ്ങനെ പ്യൂർലി ആൽക്കഹോളിക് ആയിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടം വെച്ചിട്ടാണ് പുള്ളി അത് ഫുള്ളായിട്ട് നിർത്തിയത്. അത് നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ 1982 പുള്ളിയുടെ സഹോദരൻ്റെ മരണമാണ്. സഹോദരൻ കഠിനമായ ആൽക്കഹോളിക് ആയിരുന്നു. ഡീപ്പർ ആൽക്കഹോളിക്കിൽ പുള്ളി മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് ട്രംപ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ പുള്ളി പൂർണ്ണമായിട്ടും നോൺ ആൽക്കഹോളിക് ആണ്, മദ്യപിക്കാറില്ല. നമ്മളുടെ ഇവിടെ പൊളിറ്റീഷ്യൻസിനെയൊക്കെ എല്ലാവരും ഈ ഒരു മോക്കറി ചെയ്യാറുണ്ട്, മിമിക്രി ചെയ്യാറുണ്ട്, അങ്ങനെ പല പരിഹാസങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും US അത് വളരെ പരിഹാസം എന്ന് പറഞ്ഞാൽ അത് അത്ര രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെയാണ് അവിടെ ഒരു കോമിക്കൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ പല ചെയ്യകളും പല ചേഷ്ടകളും പല ആക്ടിവിറ്റീസും ഒരു കോമഡി ആയിട്ട് മാറുന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിൽ അവിടുത്തെ മീഡിയാസിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് വന്നിരുന്ന കാര്യമാണ്, അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ട്രംപിൻ്റെ മുടി. ട്രംപിൻ്റെ തലമുടി വിഗ്ഗാണോ എന്ന് വരെ പലരും ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ട്രംപിൻ്റെ മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ മുടി സെറ്റ് ചെയ്യുന്നത് ട്രംപിൻ്റെ വൈഫായിട്ടുള്ള മെലോണിയ ട്രംപാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരാണ് ട്രംപിൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഡിസൈനർ. അവർ തന്നെയാണ് അത് കട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അല്ല ട്രംപ് പോയി ഹെയർ സ്റ്റൈൽ ഈ ബാർബർ ഷോപ്പിൽ പോയി ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പല ഇൻ്റർവ്യൂവിലും ഇയാളുടെ മുടി ഇങ്ങനെ ഷേക്ക് ചെയ്ത് നോക്കുക, പല ഇൻ്റർവ്യൂവിലും ഒരു മുടി പിടിച്ച് വലിച്ചു നോക്കുക, അങ്ങനത്തെ പരിപാടികളെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു കോമഡി സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ആൾ ഇതിനെ എടുക്കുന്നത് എന്നുള്ളതാണ്. TV ഷോ ഓർഗനൈസ് ചെയ്ത് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ആങ്കറായിട്ട് നിന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു ബിസിനസ് റിലേറ്റഡ് ഷോ ആയതുകൊണ്ട് ഒരു TV ഷോ നടത്തിയിട്ടുണ്ട്. TV ഷോ ഒക്കെ നടത്തിയ ആളാണ്. അതേപോലെ തന്നെ ട്രംപ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
ആ സിനിമയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ആളിനുള്ള അവാർഡായിട്ട് ഒരു അവാർഡും പുള്ളി മേടിച്ചിട്ടുണ്ട്. റെസി അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് 1990 ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ആളെ തെരഞ്ഞു പിടിച്ച് അവാർഡ് കൊടുത്തതാണ് ട്രംപിന്. പിന്നെ ട്രംപ് സ്പോൺസർ ചെയ്ത് WWE റെസ്ലിംഗ് പ്രോഗ്രാം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ആങ്കറായിട്ട് അതിനകത്ത് പോയി മൈക്കും പിടിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ സ്പോൺസറായിട്ട് നിന്ന് മത്സരങ്ങൾ കാഴ്ചവെച്ച് ട്രംപ് സ്പോൺസർ ചെയ്ത ആൾ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള പല കോമഡികളും പിന്നെ ഇയാളെക്കുറിച്ച് ചുറ്റിപ്പറ്റി പല സ്ഥലത്തും കിടപ്പുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത്ര എഫക്റ്റീവായിട്ട് പൈസ വെച്ചുകൊണ്ട് ബിസിനസ്സും ചെയ്യുന്നതുകൊണ്ട് അതിനെ എഫക്റ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് സ്പെൻഡ് ചെയ്ത് പല മാർക്കറ്റിംഗ് ഉദ്യകളും കൈയാണ്ട ആളാണ് ട്രംപ്. 2017 മാത്രം ഏതാണ്ട് 24 സ്ത്രീകൾ ട്രംപിനെതിരെ പിന്നെ പീഡനാരോപണ കേസ് ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ പലതും പൊളിറ്റിക്കൽ താല്പര്യങ്ങളുള്ളതുകൊണ്ട് അല്ലാത്ത കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയും പിന്നെ കാര്യങ്ങളിലൊക്കെ വളരെ സ്പോർട്ടീവായിട്ടുള്ള പിന്നെ ആക്ഷൻസ് നേരിടുകയും കോടതി മുറികളാണെങ്കിൽ കോടതി ആ രീതിയിൽ കയറി ഇറങ്ങി അത്തരം ആരോപണങ്ങൾ നേരിട്ട് അതിനെ അതിജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ട്രംപ്. ട്രംപിനെതിരെ വേറെയും ഒരുപാട് കേസുകളുണ്ട്. ഈ പീഡന കേസുകളല്ലാണ്ട് വേറെ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ട്രംപിന്റെ പേരിലുണ്ട്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ഒരുപാട് കേസുകളുണ്ട്. ഇതൊക്കെ ഈ മണി റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്റിഗേഷൻ കേസുകളാണ്. ഇത് പലതും പ്രോബ്ലത്തിലുള്ള കേസുകളാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് ഡിസ്പ്യൂട്ട് കേസുകൾ ഉണ്ടാവും, റെന്റൽ കേസുകൾ, അങ്ങനത്തെ കേസുകളെല്ലാം ഈ ട്രംപിന്റെ സ്ഥാപനത്തിന്റെ പേരിലുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ട്രംപ് വിജയിച്ച ഉടനെ ഫസ്റ്റ് വിക്ടറി സ്പീച്ചിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കാൻ വന്ന ആളല്ല, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പുള്ളിയെ വിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലോകത്തുള്ള പല നേതാക്കളും അവർ വിഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒഫീഷ്യലായിട്ട് ഇതുവരെ അനൗൺസ്മെന്റ് വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് നില അനുസരിച്ചാണ് ട്രംപിന്റെ വിജയം ഉറപ്പുവരുത്തിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുള്ളി വിക്ടറി സ്പീച്ച് കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സൂചനയാണ്. ഇന്ത്യക്ക് വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരും. ട്രംപ് എന്ന് പറയുമ്പോൾ ഏത് സമയത്തും പുള്ളി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നോക്കി കാണുമ്പോൾ ഒരു കോമഡി പോലെ തോന്നുന്ന നിയമങ്ങളായിരിക്കും. പക്ഷെ അത് ഉള്ളിൽ ചെന്ന് നമ്മൾ അതിനെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പർ റൂട്ടിൽ അതിൻ്റെ കോർ ഇഷ്യൂ വേറെ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ തീരുമാനങ്ങൾ എപ്പോഴും ഷോക്കിംഗ് ആയിട്ട് എടുത്ത് പുറത്തിടുന്ന ആളാണ് ട്രംപ്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ട്രംപ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെ. ഗ്ലോബലി ഒരു ജിയോ പൊളിറ്റിക്സിൽ ഒരു ചേഞ്ച് വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് എന്തായാലും ഒരു ശുഭവാർത്തയാണെന്ന് തന്നെ മനസ്സിലാക്കാനുള്ളത്. കാരണം ഇനി ഒരു 5 ഇയേഴ്സിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കരുതി കൂട്ടി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ത്യക്ക് വേണ്ട ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ കുറച്ച് എടുക്കാൻ പുള്ളി സഹായമായാൽ നല്ലത്, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പം ഈ വീഡിയോ ഈ ട്രംപിൻ്റെ ഒരു വിജയത്തിനെ കുറിച്ച് അയാളുടെ ഒരു റിസർച്ച് വർക്ക് ചെയ്തതിൻ്റെ പേരിൽ അവതരിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ട്രംപിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീണ്ടും ഒരു വിഷയമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.